ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്കേർട്ടാണ്, ലെയർ സ്കേർട്ടാണ്. ഇതിൻ്റെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന തുണി നെറ്റാണ്. പിന്നെ താഴെ ലൈനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് സാറ്റിൻ തുണിയാണ്. പിന്നെ ഇതിൻ്റെ ലൈസായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സാറ്റിൻ്റെ തന്നെ റിബണാണ്, ബ്ലാക്ക് റിബണാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ലൈനിങ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ താഴേക്കുള്ള നീളം 17 ഇഞ്ചും വീതി ഞാൻ 24 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കൂടുതൽ റഫിളായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വീതിയിലെടുക്കാം. ഞാനിവിടെ 24 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ലെയറിനായിട്ടുള്ള സ്ട്രിപ്സ് കട്ട് ചെയ്തു. ഞാൻ 4 ലെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ലെയർ. താഴേക്കുള്ള നീളം 5 ഇഞ്ചും വീതി 48 ഇഞ്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത ലൈനിങ്ങിൻ്റെ ഇരട്ടി വീതി എടുക്കണം. എന്നാലാണ് നമുക്ക് അതിൽ ഞുറികൾ ഇട്ടിട്ട് തയ്ക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ ഒപ്പം വരുള്ളൂ. അങ്ങനെ ഞാൻ 4 ഒരേ സൈസിലുള്ള 4 സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തു. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ലൈനിങ്ങിൻ്റെ വീതിയേക്കാളും ഇരട്ടിയായിരിക്കണം സ്ട്രിപ്സ്, നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന സ്ട്രിപ്സിൻ്റെ വീതി. നമുക്ക് ലൈനിങ് തുണിയിൽ ലൈനുകൾ അടയാളപ്പെടുത്താം. ഞാനിവിടെ 5 ഇഞ്ച് താഴേക്കുള്ള നീളത്തിലുള്ള സ്ട്രിപ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 4 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്താം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും അടയാളപ്പെടുത്തിയിട്ട് കൂട്ടി യോജിപ്പിച്ച് ലൈനാക്കി വരയ്ക്കാം. നമുക്കത് സ്ട്രെയിറ്റ് ലൈനായിട്ട് 3 ലൈൻ വരയ്ക്കാം. നമ്മളുടെ സ്ട്രിപ്സിൻ്റെ താഴേക്കുള്ള നീളത്തേക്കാൾ 1 ഇഞ്ച് കുറച്ച് വേണം ലൈൻ അടയാളപ്പെടുത്തി വരയ്ക്കാൻ. ഇങ്ങനെ ഞാൻ 3 ലൈൻ അടയാളപ്പെടുത്തി. നമ്മൾ സ്ട്രിപ്സ് നമ്മൾ വെച്ച് നോക്കി ലൈൻ കവർ ചെയ്യുന്നുണ്ടോ നോക്കണം. അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കുറച്ച് ലൈൻ അടയാളപ്പെടുത്തണം. ഇതുപോലെ 4 സ്ട്രിപ്പും ലൈനപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ഈ നെറ്റിൻ്റെ സ്ട്രിപ്സ് താഴെ ഭാഗം ഒരു ഭാഗം, അതായത് താഴെ ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ട് തയ്ക്കാം. ഇൻ്റർലോക്ക് ഇല്ലെങ്കിൽ ചെറുതാക്കി മടക്കി അടിച്ചാൽ മതി.
ഇതുപോലെ 4 സ്ട്രിപ്സും ഇൻ്റർലോക്ക് ചെയ്യാം. ശേഷം ഓരോ സ്ട്രിപ്പുകളും നമ്മൾ ഇതുപോലെ ഞൊറികൾ ഇട്ടുകൊടുത്ത് തയ്ക്കുക. ചെറിയ ചെറിയ ഞൊറികൾ ഇട്ടിട്ട് തയ്ക്കുക. ഇങ്ങനെ ഞൊറികളിട്ട് തയ്ക്കുമ്പോൾ നമ്മളുടെ ലൈനിങ് തുണിയുടെ വീതിയുടെ ഒപ്പാക്കിയിട്ട് തയ്ക്കാൻ ശ്രമിക്കണം. ഇതുപോലെ ചെറിയ ചെറിയ ചുളിവുകൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഞൊറികളിട്ടതിന് ശേഷം നമുക്ക് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത സൈഡിൽ നമുക്ക് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് തയ്ക്കാം. തൊട്ട് താഴെയായിട്ട് തയ്ക്കാം. ഇതുപോലെ ഞാൻ 4 സ്ട്രിപ്പുകളും തയ്ച്ചു. കൂടുതൽ ലെയർ വേണമെന്നുണ്ടെങ്കിൽ 5 6 സ്ട്രിപ്സ് എടുത്തിട്ട് ഇതുപോലെ കൂടുതൽ ലെയർ തയ്ക്കാം. നമുക്ക് നമ്മുടെ അടയാളപ്പെടുത്തിയ ലൈനിങ് തുണി എടുത്തിട്ട് സ്ട്രിപ്സ് അതിൽ വെച്ച് തയ്ക്കാം. നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ലൈനിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലെയർ വളഞ്ഞ് പോവും.
ഇതുപോലെ 4 ലെയറും വെച്ച് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ലൈനിങ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. സ്കേർട്ടിന് മുകളിലായിട്ട് വരുന്ന രീതിയിൽ ലൈനിങ് മടക്കി അടിക്കാം. അതിനുശേഷം നമുക്കത് സ്കേർട്ടിൻ്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള നെറ്റിൻ്റെ തുണി അതിൻ്റെ ഉള്ളിൽ പെടാതെ വേണം കൂട്ടി യോജിപ്പിക്കാൻ. ലൈനിങ് തുണി മാത്രം കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം ഓരോ ലെയറുകളും സെപ്പറേറ്റ് ആയിട്ട് കൂട്ടി വെച്ചു. അതിനുശേഷം നമുക്ക് വേസ്റ്റ് ബാൻഡ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് തുണി എടുക്കാം. നമ്മൾ ലൈനിങ്ങിൻ്റെ തുണിയുടെ അത്ര വീതിയിലൊരു പീസ് തുണി എടുത്തതിന് ശേഷം ഈ തുണി 4 ഇഞ്ചാണ് താഴേക്ക് എടുത്തിരിക്കുന്നത്. വീതി ലൈനിങ്ങിൻ്റെ ഒപ്പം തന്നെ എടുത്തതിന് ശേഷം നമുക്ക് നല്ല ഭാഗങ്ങൾ നമ്മൾ അതായത് സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് തയ്ക്കാം. ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമുക്ക് അത് നിവർത്തി ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം. അതുപോലെ ആദ്യം ഒരു ചെറിയ മടക്കിയതിന് ശേഷം ഉള്ളിലേക്ക് നമ്മളുടെ എലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് മടക്കി തയ്ക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൊള്ളണ വിധത്തിൽ വേണം നമുക്കത് തയ്ക്കാൻ. ഇങ്ങനെ തയ്ക്കുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ്, അതുപോലെ ഒരു ചെറിയ ഗ്യാപ്പ് വിടണം. ഇതിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരവണ്ണം, നമ്മുടെ അരവണ്ണത്തിൻ്റെ അത്രയും ഇതിലാണ് എലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. രീതിയിൽ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് ഇടാം. ഇനി നമുക്ക് എലാസ്റ്റിക് കൂട്ടി യോജിപ്പിക്കാം. ഒരു 3-4 സ്റ്റിച്ചെങ്കിലും എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ
സ്റ്റിച്ച് അഴിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഗ്യാപ്പുള്ള ഭാഗം കൂട്ടി തയ്ക്കാം. നമ്മൾ നേരത്തെ ഇട്ട ഗ്യാപ്പ് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ എലാസ്റ്റിക്കിന്റെ മുകളിൽ കൂടെ, അതായത് വേസ്റ്റ് ബാൻഡ് സെൻറ്ററിൽ കൂടെ ഈ എലാസ്റ്റിക് പിന്നിലേക്ക് വലിച്ചു പിടിച്ചിട്ട് തയ്ക്കും. ഇതുപോലെ നമ്മളുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്.